നമ്മെ പഠിപ്പിച്ചൊരു വിഷയമാണ് അക്മലുൽ മുഅ്മിനീന ഈമാന. നിങ്ങളിൽ ഏറ്റവും പരിപൂർണമായി മുഅ്മിനായ മനുഷ്യനാരാണെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് മുത്തനബി തങ്ങള് ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം നന്നാക്കേണമേ എന്ന് ദുആ ചെയ്യാറുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ സ്വഭാവത്തിന് മോശമുള്ളത് കൊണ്ടല്ല നബിതങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്. ലോകത്തെ ഏറ്റവും നല്ല സൽസ്വഭാവം അത് ഹബീബിന്റെ സ്വഭാവമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. വിശുദ്ധ ഖുർആൻ നബിതങ്ങളെ പഠിപ്പിച്ചത് ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് അങ്ങ് എന്നാണ്. മുത്തനബി തങ്ങളുടെ കാരുണ്യം തന്നെ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ കാരുണ്യത്തിലൂടെ ഒരുപാട് ആളുകൾ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നബിതങ്ങൾ മനുഷ്യരോടും മൃഗങ്ങളോടും പറവകളോടും ഇഴജന്തുക്കളോടും എല്ലാവരോടും കരുണ കാണിച്ച് ജീവിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരുണ്യമെന്നത്. കാരുണ്യമെന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷണം ഒരു മനുഷ്യനുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതം അവർ മാതൃകയാക്കുന്നതാണ്. മുത്തനബി തങ്ങൾ തന്നെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹാബ, ഒരു ചെറുപ്പക്കാരൻ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരന് ശക്തമായ ദാഹമുണ്ട്. വെള്ളം എവിടെ നിന്ന് ലഭിക്കുമെന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. ദാഹാധിക്യത്താൽ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരന് നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കിണർ കാണുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു കിണർ കണ്ടപ്പോ ആ കിണറിനരികിലേക്ക് ചെന്നു. ആ കിണറിൽ വെള്ളമുണ്ട്. അല്പം ആഴമുള്ള കിണറാണ്. പക്ഷെ അതിലുള്ള വെള്ളം കോരിയെടുക്കാൻ തൊട്ടിയോ പാത്രങ്ങളോ ഒന്നുമില്ല. കിണറിന്റെ ചുറ്റുഭാഗത്ത് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നും അവിടെയില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ദാഹിച്ച് അവശനായി നിൽക്കുന്ന സമയമാണ്. ഉടനെ ആ ചെറുപ്പക്കാരൻ കിണറിലിറങ്ങുകയാണ്. കിണറിന്റെ പട പിടിച്ച് കിണറിന്റെ താഴ്ഭാഗത്തെത്തുന്നു. അവിടെ നിന്ന് അവരുടെ ദാഹമകറ്റാൻ വേണ്ടി വെള്ളമെടുത്ത് കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞ് ദാഹമകറ്റി കരയിലേക്ക് കയറുകയാണ്. കിണറിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ കണ്ട ഒരു രംഗമുണ്ട്. മുത്തനബി തങ്ങൾ പറയുകയാണ്, ആ കിണറിന്റെ തൊട്ടു പുറകെയായി അഥവാ അടുത്തായിട്ട് ഒരു നായ വന്ന് നാവ് നീട്ടി നിൽക്കുകയാണ്. ആ നായ ദാഹിച്ച കാരണം കൊണ്ട് അതിന്റെ നാവ് കൊണ്ട് മണ്ണിങ്ങനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നു. ഒരിച്ചു വെള്ളം കിട്ടിയെങ്കിൽ കുടിക്കണമെന്ന് നായയ്ക്ക് ആഗ്രഹം വരുന്നു. ദാഹമകറ്റാൻ വെള്ളമില്ലാത്തതിനാൽ പ്രയാസപ്പെടുന്ന നായയെ ആ ചെറുപ്പക്കാരൻ കണ്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വന്നു, വഖദ് ബലഗ ഹാദൽ കൽബ് മിസ്ല അല്ലദീ ബലഗ ബി. എനിക്ക് പിടികൂടിയതുപോലെയുള്ള ദാഹം ഈ നായയ്ക്കും പിടികൂടിയിട്ടുണ്ട്. ഞാൻ കിണറിലിറങ്ങി വെള്ളം കുടിച്ചെന്റെ ദാഹമകറ്റി. ഈ നായയ്ക്ക് കിണറിലിറങ്ങാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ വീണ്ടും കിണറിലിറങ്ങുകയാണ്. അദ്ദേഹം ധരിച്ച ഹുഫയുണ്ട്, ഷൂ മോഡലിലുള്ള ചെരുപ്പുണ്ട്. അദ്ദേഹം ആ ചെരുപ്പിൽ വെള്ളം കോരിയെടുത്തു. എന്നിട്ട് ആ വെള്ളമുള്ള ചെരുപ്പ് തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചു. വായയിൽ ആ വെള്ളമുള്ള ചെരുപ്പ് കടിച്ചു. രണ്ട് കരങ്ങൾ കൊണ്ടവൻ പടപിടിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ആ നായയ്ക്ക് ആ വെള്ളം കൊടുത്തു. നായ വെള്ളം കുടിച്ചു. നായയുടെ ദാഹം അങ്ങകറ്റി. ഇത് കണ്ട അല്ലാഹു തആല ഫശകറല്ലാഹു ലഹു, ആ ചെറുപ്പക്കാരനെ അല്ലാഹു ആദരിച്ചു. മാത്രമല്ല മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരന് അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്തേ ചെയ്തത്? ആർക്കാ വെള്ളം കൊടുത്തത്? നിങ്ങളൊന്നും ഉണ്ടാത്തത്. ആർക്കാ വെള്ളം കൊടുത്തത്? നായിക്ക്.
ആ നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹ് എന്ത് കൊടുത്തു? അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയേ, ആ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്താൽ, ബഹായിമിന് തീറ്റ കൊടുത്താൽ കൂലി കിട്ടുമോ നബിയേ? അള്ളാന്റെ ഹബീബ് പറയാണ്, ജീവനുള്ള ഏത് വസ്തുവിനും നിങ്ങൾ അന്നം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഞങ്ങളടുത്ത് ഒരാൾ വരും, അല്ലേ? എന്താണ് പൂച്ച? പൂച്ച വന്നിട്ട് എന്താ ചെയ്യാ? പൂച്ച വന്നിട്ട് എങ്ങനെയാ കരയാ? എന്താ കരച്ചന്റെ അർത്ഥം? എന്തെങ്കിലും അർത്ഥം പറ. ആ കരച്ചന്റെ അർത്ഥം എന്താ? നിങ്ങൾ മാത്രം കോയിന്റെ കാല് പിടിച്ച് വലിച്ചാൽ പോരാ, എനിക്കും കൊണ്ട എന്ന് പൂച്ച പറയാം. ചില ആളുകൾ കൊട്ടുപോലും ആർക്കും കൊടുക്കൂല, പൂച്ചക്ക് കൊടുക്കൂല. എന്നാൽ ഈ പൂച്ച ശല്യം ചെയ്യില്ല. ആരെയെന്നറിയും? പൂച്ച വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഞങ്ങളുടെ കാലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും, പക്ഷേ ഒരിക്കലും അത് ശല്യം ചെയ്യൂല. എപ്പോഴാണത്? ആ പൂച്ചയ്ക്ക് മനസ്സിലായി, എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ മനോഹരമായിട്ട് ഈ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പൂച്ചക്ക് മനസ്സിലായ പൂച്ച ഒരു ഭാഗത്ത് മാറി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പൂച്ചയ്ക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് അത് പോയിട്ട് അവിടെ ഇരിക്കും. അതിനുറപ്പാണ് എനിക്ക് തരുമെന്ന്. മുഅ്മിനീങ്ങളെ, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താൽ വരെ പ്രതിഫലമുണ്ടെന്ന് പറയുമ്പോ, ഞങ്ങളുടെ വീട്ടിൽ പശുക്കളെ വളർത്തുന്ന ഉമ്മമാരില്ലേ, ആടുകളെ വളർത്തുന്ന ഉമ്മമാരില്ലേ, കോഴികളെ വളർത്തുന്നവരില്ലേ, ആടുകൾക്കും കോഴികൾക്കും പശുക്കൾക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ അതിന് വരെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൃഗങ്ങൾക്ക് കൊടുത്താൽ ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ മനുഷ്യർക്ക് കൊടുത്താലുള്ള പ്രതിഫലം എത്രയാ? അല്ലാഹുവിന്റെ ഹബീബ് അതുകൊണ്ട് തന്നെയാണ്